അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയായ അധ്യക്ഷരെ, സ്റ്റേജിലും സദസ്സിലുമുള്ള മാന്യ അതിഥികളെ, സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രപഞ്ചനാഥനായ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സ്ത്രീ മതം, മതേതരത്വം, മുസ്ലിം സ്ത്രീ ഇടപെടുന്നു എന്ന തലക്കെട്ടിൽ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമ്മേളനത്തെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി കരുണാമയനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ പരിപാടി ആദ്യമേ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എന്നല്ല, ലോകത്ത് തന്നെ സ്ത്രീകൾ ഇന്ന് വളരെ വലിയ വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ്. വൈജ്ഞാനിക, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിലെല്ലാം ഈ പുരോഗതി ദൃശ്യമാണ്. എന്നാൽ ആധുനിക സമൂഹം സ്ത്രീകളുടെ ഈ പുരോഗതി കാണുവാനോ അവൾ അർഹിക്കുന്ന അധിക അംഗീകാരവും പദവിയും നൽകുവാനോ തയ്യാറല്ല. ഇന്നും സ്ത്രീ എന്നാൽ ശരീരം എന്നാൽ സൗന്ദര്യം എന്ന ഒരു കാഴ്ചപ്പാടാണ് ആധുനിക സമൂഹം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏത് ഉന്നത തലത്തിലെത്തിയിട്ടുള്ള സ്ത്രീയും കയ്യേറ്റങ്ങൾക്ക് വിധേയായിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീ പീഡനങ്ങളും പെൺവാണിഭങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. മുസ്ലിം സ്ത്രീയുടെ അവസ്ഥ ഇതിൽ നിന്നൊട്ടും ഭിന്നമല്ല. മുസ്ലിം സ്ത്രീകൾ ഇന്ന് പഠന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ സമീപ ഭാവിയിൽ നന്നായി പഠിച്ച നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾക്ക് വരന്മാരായി സമാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൺകുട്ടികളെ വരന്മാരായി കിട്ടുമോ എന്ന് വരെ സംശയിക്കേണ്ടെന്ന് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മുസ്ലിം സ്ത്രീകൾ ഇന്ന് പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മുസ്ലിം സ്ത്രീകളുടെ ഈ പുരോഗതി ആധുനിക സമൂഹം, അവർ മതസമുദായമായാലും വേണ്ടിയില്ല, മതേതര സമൂഹങ്ങളായാലും വേണ്ടിയില്ല, അവർ കാണുന്നില്ല എന്നല്ല, അവൾക്ക് അർഹമായ അംഗീകാരവും അർഹതയും പദവിയുമെന്നും ഈ ആധുനിക സമൂഹം അവൾക്ക് വകവെച്ചു കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വില കുറഞ്ഞ വിവാദങ്ങളും സംവാദങ്ങളും ചർച്ചകളുമൊക്കെ ഈ അത്യാധുനിക യുഗത്തിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ദുഃഖകരമായ സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്. ഒരു ചെറിയ പുൽക്കൊടി കിട്ടിയാൽ മുസ്ലിം സമുദായത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ രണ്ടാമതൊന്ന് കിട്ടിയാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വിവാഹമോചനം നടന്നാൽ, അല്ലെങ്കിലും ഏതെങ്കിലും ഒരു ശൈശവവിവാഹം നടന്നാൽ അതിന്റെ പേരിൽ ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും താറടിക്കുന്ന, അതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിലെ സ്ത്രീയുടെ മേൽ കുതിര കയറുന്ന, അതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അന്തംകെട്ട സമുദായമായി വഷളായി ചിത്രീകരിക്കുന്ന വളരെ വേദനിപ്പിക്കുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. കുറെ കാലമായി ഇത് തുടങ്ങിയിട്ട്. ഇതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നൽകുവാൻ മതപൗരോഹിത്യം തയ്യാറാവുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. സ്ത്രീ മതം, മതേതരത്വം എന്നൊക്കെ മുസ്ലിം സ്ത്രീ ഇടപെടുന്നു എന്ന തലക്കെട്ടിൽ മുസ്ലിം സ്ത്രീയുടെ മേൽ കുതിര കയറരുത് എന്ന മലയാള ഭാഷയിൽ, പച്ച മലയാളത്തിലുള്ള ചില കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തോടും സമുദായത്തോടും പറയുവാനുള്ളത്. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പരസ്യമായി തന്നെ ഉറക്കെ തന്നെ പ്രഖ്യാപിക്കുവാനുണ്ട്. ഞങ്ങൾക്ക് മുസ്ലിം സമുദായത്തോട് ചിലത് പറയുവാനുണ്ട്, മതേതര സമൂഹങ്ങളോട് ചിലത് പറയുവാനുണ്ട്. അതിനുള്ള ആർജവം ദൈവിക ദർശനമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും
ഇസ്ലാമിക ചരിത്രവും അതിന് പിമ്പരമേകുന്നുണ്ട്. മൗലിക അടിത്തറയിലുള്ള വിജ്ഞാനം ഞങ്ങൾ ആർജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അഭിമാനപൂർവ്വം ചില കാര്യങ്ങൾ എനിക്കും എൻ്റെ സഹോദരിമാർക്കും ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയും. ഈ വിഷയകമായി ചില ഇടപെടലുകൾ നടത്താൻ കഴിയും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അതാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ്. ഇസ്ലാമികമായ ഒരു നവോത്ഥാന പ്രസ്ഥാനം. അതിൻ്റെ രാഷ്ട്രീയമായ വിഷയങ്ങളിൽ, സാംസ്കാരികമായ രംഗങ്ങളിൽ, സാമുദായികമായ പ്രശ്നങ്ങളിലൊക്കെ തന്നെ അതിൻ്റെതായ വ്യതിരിക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു നിലപാടുണ്ട്. ഖുർആനും സുന്നത്തും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള വളരെ നല്ല ഒരു നിലപാടാണ്, ഇസ്ലാമികമായ ഒരു നിലപാടാണ് അതിനുള്ളത്. രാഷ്ട്രീയ വേദിയിൽ അതുണ്ട്. സാംസ്കാരിക സാമ്രാജ്യ ശക്തികളോട് അതിൻ്റെതായ നിലപാടുണ്ട്. വനിതകളുടെ വിഷയത്തിൽ അതിൻ്റെതായ നിലപാടുണ്ട്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഇലക്ഷനിൽ സഖാവ് ശ്രീ പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ പേരിലാണ് ഞങ്ങൾ അവരോട് സഹകരിക്കുന്നത്, അവരുടെ വോട്ട് തേടുന്നത് എന്ന് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം എന്തൊക്കെയോ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും നമ്മളത്ര നമ്മൾ ഗൗരവത്തിലെടുക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യത്തെ കുറിച്ചും മതേതരത്വത്തെ കുറിച്ചും പറയുവാൻ അർഹതയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എന്നാണ് ജനാധിപത്യത്തെ കുറിച്ച് പറയുവാനുള്ള ധാർമ്മികമായ അടിത്തറ ഉണ്ടായിട്ടുള്ളത്? എന്ന് മുതലാണ് അത് അതിനുള്ള അർഹത നേടിയിട്ടുള്ളത്? അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ മതേതരത്വം പഠിപ്പിക്കുവാൻ, ജനാധിപത്യം പഠിപ്പിക്കുവാൻ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. ജമാഅത്തെ ഇസ്ലാമിയെ കുറച്ച് കാര്യങ്ങൾ ആക്ഷേപിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെയും അതുപോലെ തന്നെ സഹോദര സമുദായങ്ങളുടെയും ഹിന്ദു സഹോദരങ്ങളുടെയും ഒക്കെ വോട്ട് തട്ടിയെടുക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹമെങ്കിൽ, അദ്ദേഹത്തിന്റെ വ്യാമോഹമെങ്കിൽ ഞാൻ പറയുന്നു, അത് ഇനി നടക്കില്ല. കാരണം കാലം കുറെ മുന്നോട്ട് പോയി. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരുപാട് പോഷക സംഘടനകളുണ്ട്, ശാഖകളും ഉപശാഖകളുമുണ്ട്. അതുമായിട്ടൊക്കെ ഇന്ന് സഹോദര സമുദായങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്. ആണുങ്ങളുമായും പെണ്ണുങ്ങളുമായും അവർ ഇടകലർന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിന്റെ അല്ലെങ്കിൽ സഹോദര സമുദായങ്ങളുടെ വോട്ട് നേടാം എന്ന് വ്യാമോഹിക്കുന്നത് അസ്ഥാനത്താണ് എന്നാണ് ഞാൻ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിലൂടെയൊക്കെ തന്നെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിയും മനസ്സിലാക്കണം, ഈ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഒരു ജാതി സമുദായമല്ല. ചില ഭക്ഷണം നൽകി, വസ്ത്രം നൽകി അവരെ അങ്ങ് സുഖിപ്പിക്കുവാനോ അവരെ അങ്ങ് സമാധാനിപ്പിക്കുവാനോ സാധിക്കുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ആദർശ സമൂഹമാണ്. ഇസ്ലാമിനോടും ഇസ്ലാമിക ശരീഅത്തിനോടും ഇസ്ലാമികമായ ആചാരങ്ങളോടും സമ്പ്രദായങ്ങളോടും വേഷവിധാനത്തോടും അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയുള്ള ഒരു സമുദായമാണ് ഈ മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. ആ ഐഡന്റിറ്റിയോടുകൂടി, ഇസ്ലാമിന്റെ പൂർണ്ണമായ ഐഡന്റിറ്റിയോടുകൂടി, ഇസ്ലാമിന്റെ പൂർണ്ണമായ വേഷവിധാനങ്ങളോടുകൂടി, ഇസ്ലാമിന്റെ പൂർണ്ണമായ സംസ്കാരത്തോടുകൂടി, അതിന്റെ തനതായ വ്യക്തിത്വത്തോട് മുസ്ലിം സമുദായത്തെ അംഗീകരിക്കുവാൻ എന്ന് ആർക്ക് കഴിയുന്നുവോ എങ്കിലേ ആ സമുദായത്തെ ഉൾക്കൊള്ളുവാൻ മനസ്സിലാക്കുവാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ സമുദായത്തിന്റെ വോട്ട് നേടുവാൻ ഇവർക്ക് സാധിക്കുകയുള്ളൂ എന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമല്ല, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവരെ കുറിച്ച് ശരിയായ ഒരു വായന നടത്തുവാൻ സഖാവും കൂട്ടരും തയ്യാറാവണം. അതിന് ഈ ഒരു സമ്മേളനം പ്രചോദനമായെങ്കിലെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സഹോദരിമാരെ, ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇവിടെ പെൺകുട്ടികളുടെ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംവാദങ്ങൾ, ചൂടേറിയ ചർച്ചകൾ ഇവിടെ നടക്കുകയുണ്ടായി. ഒരു കാര്യം, അതിനായി അല്ല ഈ സമ്മേളനം ഞങ്ങൾ വിളിച്ചു കൂട്ടിയതെങ്കിലും ഇതിനുള്ള ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ വിവാഹപ്രായം എന്നത് ഒരിക്കലും മുസ്ലിം സ്ത്രീയുടെ ഒരു പ്രശ്നമല്ല, അത് സ്ത്രീയുടെ മൊത്തം പ്രശ്നമാണ്. ശൈശവ വിവാഹം മുസ്ലിങ്ങളിൽ എന്നല്ല
ഇസ്ലാം മറ്റു സമുദായങ്ങളിൽ എന്ന പോലെ തന്നെ ഇന്നും മുസ്ലിം സമൂഹങ്ങളിൽ നിലനിൽക്കുന്നു. ഒറ്റപ്പെട്ട് മാത്രമേ ഇന്ന് ഇക്കാലത്ത് ശൈശവ വിവാഹം സമൂഹത്തിൽ നിലനിൽക്കുന്നുള്ളൂ എന്നത് വസ്തുതയാണ്. മാത്രമല്ല, മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ ഇന്ന് പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ പഠിച്ച് വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 20-നും 25-നും ഇടയിലുള്ള പ്രായത്തിലാണ് ഇന്ന് മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം പെൺകുട്ടികളും വിവാഹിതരാകുന്നത് എന്നതൊരു സത്യമാണ്. ഇക്കഴിഞ്ഞ മാധ്യമം ഞായറാഴ്ച വിവാഹ പരസ്യം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൽ 62 മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹ പരസ്യമുണ്ട്. അത് സുന്നികളുടേതായും മുജാഹിദുകളുടേതായും ജമാഅത്തുകാരുടേതായും ഒക്കെ ഉണ്ട്. അതിലൊറ്റ പരസ്യം പോലും 20 വയസ്സിന് താഴെയില്ല എന്ന് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി സന്ദർഭത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സഹോദരിമാരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇസ്ലാം അത് ലോക ജനതക്കുള്ള ജീവിത ദർശനമാണ്. അതുകൊണ്ട് തന്നെ അത് വിവാഹപ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല. കാരണം ആളുകളുടെ സാഹചര്യവും സൗകര്യവും അതൊക്കെ അനുസരിച്ചുകൊണ്ട് അവരുടെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് അവർ തീരുമാനിച്ചു കൊള്ളട്ടെ എന്നതാണ്. എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, സമൂഹത്തിന്റെ പൊതു നന്മ, അതുപോലെ തന്നെ അവിടെയുള്ള സാഹചര്യം എന്നൊക്കെ വെച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്, ഒരു സമൂഹത്തിന് അതിന്റെ പ്രായപരിധി നിശ്ചയിക്കുന്നതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, കേരളത്തിലെ പെൺകുട്ടികളുടെ ആരോഗ്യസ്ഥിതി, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സമൂഹത്തിന്റെ പൊതു നന്മ ഇതൊക്കെ വെച്ചുകൊണ്ട് 18 വയസ്സ് എന്നൊരു പ്രായപരിധി നിശ്ചയിക്കുന്നതിന് അതിലൊരു അപാകതയൊന്നും ഞങ്ങൾ കാണുന്നില്ല. 18 വയസ്സ് എന്നത് എന്തോ ഒരു വിശുദ്ധ അക്കമാണ് എന്നോ അതിന് പ്രത്യേകമായ അപ്രമാദിത്വം കൽപ്പിക്കണമെന്നോ എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. അതോടൊപ്പം തന്നെ ഞങ്ങൾ പറയുന്നു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ 18 വയസ്സിന് താഴെയും പെൺകുട്ടികൾക്ക് വിവാഹം ആവശ്യമായി എന്ന് വരാം. അതിനുള്ള നിർബന്ധിത സാഹചര്യം വന്നു വരാം. അത് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടിക്ക് മാത്രമല്ല, ഇതര സമുദായത്തിലെ പെൺകുട്ടികൾക്കും വന്നു വരാം. അത്തരം സന്ദർഭങ്ങളിൽ സദാചാരം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ചിലപ്പോൾ വിവാഹം നടത്തേണ്ടി വരാം. അതിനുള്ള ഒരു പഴുത് ചില രാജ്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയതുപോലെ നമ്മുടെ കേരള സർക്കാരും അതിന് നിയമത്തിൻ്റെതായ ഒരു പഴുത് നൽകണം, അതിന് നൽകണം, അംഗീകരിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സഹോദരിമാരെ, നമ്മൾ അറിയേണ്ടതുണ്ട്, ഈ ഒരു നമ്മുടെ പെൺകുട്ടികൾക്കിടയിൽ നമ്മൾ സ്വതന്ത്രമായി പറയേണ്ടതില്ലല്ലോ. നമ്മുടെ പെൺകുട്ടികളിൽ ഒരു സ്വതന്ത്ര സർവേ നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് ഉത്ഭുതരാണ്. നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് മഹാഭൂരിപക്ഷവും ഇന്ന് ശൈശവ വിവാഹത്തിനെതിരാണ്. ഒരു സർവേ നടത്തിയാലും നമുക്കറിയാം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സർവേ നടത്തുവാനോ നമ്മുടെ പെൺകുട്ടികളുടെ അഭിപ്രായം ആരായുവാനോ അവളോട് അന്വേഷിക്കുവാനോ നമ്മുടെ സമുദായ നേതൃത്വം തയ്യാറല്ലല്ലോ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സുപ്രധാനമായ കാര്യങ്ങളിൽ പെണ്ണുങ്ങളുമായി കൂടിയാലോചിച്ചിരുന്നു എന്നതൊക്കെ ചരിത്രമാണ്. അതൊന്നും നമുക്ക് ബാധകമല്ല എന്നുള്ള വട്ടിലാണല്ലോ നമ്മൾ. അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഒരു ചർച്ചകളിലേക്ക് ഒരു പെൺതനിയെ പോലും ഇവർ പ്രവേശിപ്പിക്കുന്നില്ല. ഇവരുടെ അഭിപ്രായം എന്താണെന്ന് ആരായുന്നില്ല. അതിനുള്ള ശക്തമായ പ്രതിഷേധം കൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. വിവാഹത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിന്റെ സങ്കല്പം, അതിലും വേണം കാര്യമായ മാറ്റം. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പെൺകുട്ടിയെ, കാണാൻ മൊഞ്ചുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് ബൈക്കിൽ അങ്ങനെ വെച്ച് ചുറ്റിക്കറങ്ങുക, അങ്ങനെ അവളെങ്ങനെ ആസ്വദിക്കുക എന്നതാണ് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരിൽ പലരുടെയും വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നം. അതാണ്. എന്നാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ വിവാഹം എന്നത് സുപ്രധാനമായ കുടുംബത്തിന്റെ അടിത്തറവാകുന്ന വളരെ സുശക്തമായ ഒരു ഉടമ്പടിയാണ്. വളരെ സുശക്തമായ ഒരു ഉടമ്പടി. അതിന് യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിക്ക് കഴിയണമെങ്കിൽ, അതുപോലെ തന്നെ ആൺകുട്ടിക്കും കഴിയണമെങ്കിൽ പ്രായപൂർത്തി എത്തേണ്ടതുണ്ട്, അവൾക്ക് പക്വത എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും പഠിക്കട്ടെ, അവർ പക്വത പ്രാപിക്കട്ടെ, അങ്ങനെ അവർ നല്ല കുടുംബത്തിന് അടിത്തറവാകട്ടെ. നല്ല കുടുംബങ്ങളിലൂടെ കെട്ടുറപ്പുള്ള ഒരു സമൂഹത്തിന് സ്വപ്നം കാണുവാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ബോധവൽക്കരണവും അതിനനുസരിച്ചുള്ള ശിക്ഷണങ്ങളുമാണ് നമ്മുടെ ഭാഗത്തു നിന്ന്, അതിനുള്ള പ്രോത്സാഹനങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിവാഹപ്രായം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ഒരു വിവാദമുണ്ടാക്കിയ സമൂഹത്തോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ മുസ്ലിം പെണ്ണുങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണോ
ഇങ്ങനെ ഒരു വിവാദം സംഘടിപ്പിച്ചത്. എങ്കിൽ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന എത്ര പ്രശ്നങ്ങളുണ്ട്. 18 28 38 48 വിവാഹം സ്വപ്നം കാണാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹം കഴിക്കപ്പെടാത്ത എത്ര ഹതഭാഗികളായ സഹോദരിമാരുണ്ട്. അവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ, അവർക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുവാൻ എന്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നില്ല? അങ്ങനെ വരുമായിരുന്നെങ്കിൽ അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുമായിരുന്നു. തീർച്ചയായും ഇവരുടെ ഉദ്ദേശശുദ്ധിയിൽ അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടി വരുന്നത്. പ്രിയമുള്ള സഹോദരിമാരെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇസ്ലാം സ്ത്രീയെ പീഡിപ്പിക്കുന്നു, ഇസ്ലാം സ്ത്രീയുടെ സ്വാതന്ത്ര്യം കവരുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണല്ലോ നമ്മൾ കേൾക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ കേരളത്തിന്റെ സ്ത്രീ ചരിത്രം ഒന്ന് എടുത്തു പരിശോധിക്കാനാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കേരളത്തിൽ ഒരു കാലത്ത് സഹോദര സമുദായങ്ങളിലെ സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. അവർ സമരം ചെയ്ത് നേടിയെടുത്തതാണ് ഈ സ്വത്തവകാശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിധവാ വിവാഹം ഇവിടെ പാപമായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ അതുപോലെ മാറുമറക്കുവാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ നടന്ന ഏറ്റവും ശക്തമായ സമരം മാറുമറക്കാനുള്ള സ്ത്രീയുടെ സമരമായിരുന്നു. എന്നാൽ വിധവാ വിവാഹം വളരെ പരിശുദ്ധമായി കണ്ടപ്പോൾ അതിനുവേണ്ടി ഒരു പ്രോത്സാഹനം ചെയ്ത ഇസ്ലാം, തീർച്ചയായും കേരളത്തിൽ മുസ്ലിം സ്ത്രീകൾ ധാരാളമായി അന്ന് വിവാഹം ചെയ്യപ്പെടുമായിരുന്നു പണ്ട്. അതുപോലെ തന്നെ സ്വത്തവകാശം ഉണ്ടായിരുന്നു, അവർക്ക് സ്വത്ത് അവർ അനുഭവിച്ചിരുന്നു. ഒരുപാട് വഖഫ് സ്വത്തുകൾ നമ്മുടെ സ്ത്രീകൾ തന്നെ സമ്മാനിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പറയാനുള്ള ഈ തരം കാര്യങ്ങളിലൊക്കെ വളരെ ഉദാത്തമായ, വളരെ ഉന്നതമായ ഒരവസ്ഥയിൽ നമ്മുടെ മുസ്ലിം സമൂഹം കേരളത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള സഹോദരിമാരെ, അത് ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രപരമായ മികവ് കൊണ്ടും അതിന്റെ തികവ് കൊണ്ടും മാത്രമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ ഇസ്ലാമിക സംസ്കാരത്തെ മറികടക്കുവാൻ, സ്ത്രീകളെ സമുദ്ധരിക്കുവാൻ, സ്ത്രീകളെ വിമോചിപ്പിക്കുവാൻ, ഇസ്ലാമിനെ വിട്ടുകൊണ്ട് മറ്റൊന്നിലേക്ക് പോകുവാൻ, മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട അവസ്ഥ നമുക്കില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയാണ് ഞാൻ. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി വനിതകൾക്ക് അർഹമായ സ്ഥാനം നൽകിയെന്ന് നമ്മൾ അറിയുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ ഇവിടെ മതപൗരോഹിത്യത്തോട് ചോദിക്കുകയാണ്. മതപൗരോഹിത്യത്തോട് നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി തന്നെ ചോദിക്കേണ്ടതുണ്ട്. ഇസ്ലാം ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നൽകി എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ആരും പറഞ്ഞതല്ല, പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള അവകാശങ്ങൾ സ്ത്രീകൾക്ക് നിഷേധിക്കുന്നു? അങ്ങനെയുള്ള സ്ത്രീകളുടെ മൗലികമായ അവകാശങ്ങൾ നിങ്ങൾ നിഷേധിച്ചത് കൊണ്ടല്ലേ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇസ്ലാമിനെ ഇത്രത്തോളം താറടിച്ച് കാണിക്കുവാൻ സാധിക്കുന്നത്? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് മാറി ചിന്തിക്കണമെന്നാണ് പറയുവാനുള്ളത്. നിങ്ങൾ ഒരു കാലത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വിലക്കി. അങ്ങനെ ഇന്ന് ആ രംഗത്ത് ആശാവഹമായ ഒരു മാറ്റമുണ്ട്. ഇന്ന് സമുദായത്തിലെ പെൺകുട്ടികളെല്ലാവരും നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കോളേജുകൾ ഉണ്ടാക്കിയും മറ്റും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു, വളരെ സ്വാഗതാർഹം തന്നെ. നിങ്ങൾ പള്ളിയിലെ പ്രവേശനം സ്ത്രീകൾക്ക് വിലക്കി. അങ്ങാടികളിലും ജോലിക്കടകളിലും ജ്വല്ലറികളിലും യാതൊരു പ്രയാസവും ഇല്ലാതെ നമ്മുടെ സ്ത്രീകൾ ചുറ്റിക്കറങ്ങുമ്പോൾ ഇല്ലാത്ത ഒരു ഫിത്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞ അള്ളാഹുവിന്റെ നാമം സ്മരിക്കുവാൻ വേണ്ടി മാത്രം പഴുതുയർത്തപ്പെട്ട പള്ളികളിൽ എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നു എന്നാണ് ചോദിക്കുവാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ചെറിയ ഒരു മാറ്റത്തിന് തയ്യാറായിട്ടുണ്ട്. യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള സ്ഥലം നിങ്ങൾ ഒരു പ്രത്യേക റൂം പള്ളിയോട് ചേർത്തുകൊണ്ടുണ്ടാക്കി നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്, ശരിയാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് രസകരമായ കൗതുകരമായ വാർത്തകൾ കേൾക്കുന്നുണ്ട്. യാത്രക്കാരികളാണോ എന്ന് മനസ്സിലാക്കുവാൻ ടിക്കറ്റ് പരിശോധിച്ചിട്ടാണ് ചില പള്ളികളിൽ പെണ്ണുങ്ങളെ കിടത്തുന്നത്, ചില റൂമുകളിലേക്ക് കിടത്തുന്നത്. മാത്രമല്ല, ഈ മുസല്ല നമസ്കരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സുജൂദ് മസ്ജിദ് എന്നും ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? എന്താണ് യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ തന്നെ പള്ളിയിൽ പോയിക്കൊണ്ട് ചെയ്യുന്നത്? നിസ്കരിക്കുകയല്ലാതെ എന്ത് പണിയാണ് അവിടെ ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പിടിവാശിയൊക്കെ നിർത്തിയിട്ട് ഇസ്ലാമിനെ യഥാവിധം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമുദായത്തിലെ സ്ത്രീകളെ ഒപ്പം കൂട്ട് വളർത്തിക്കൊണ്ട് വരുവാൻ നിങ്ങൾ മുന്നോട്ട് വരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോവാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാണ്,
മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം പെണ്ണുകൾ 5 നേരം പള്ളിയിൽ പോയിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് തന്റെ ഭാര്യ സുബഹിക്ക് പള്ളിയിൽ പോകുന്നതിനോട് വലിയ യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അള്ളാഹും അള്ളാഹുവിന്റെ തിരുദൂതരും അവർക്ക് അനുവാദം നൽകിയിരിക്കെ ഞാൻ എങ്ങനെ അവരെ തടയും? ഞാൻ എങ്ങനെ എന്റെ ഭാര്യയെ തടയും? അത് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരങ്ങളോടും എനിക്ക് ചോദിക്കുവാനുള്ളത്. അള്ളാഹും അവന്റെ റസൂലും നമ്മുടെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ അനുവാദം നൽകിയിരിക്കെ നാം എങ്ങനെ അവരെ തടയും? നാം മാറി ചിന്തിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. വിശുദ്ധ സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അടുക്കളയിൽ തടച്ചിടപ്പെട്ട എന്തോ ഒന്നായിട്ടാണ് നമ്മൾ സ്ത്രീ അവതരിപ്പിക്കുന്നത്. പക്ഷെ വിശുദ്ധ ഖുർആൻ അങ്ങനെയാണോ സ്ത്രീ അവതരിപ്പിക്കുന്നത്? സത്യവിശ്വാസികളും പരസ്പരം സഹകാരികളാണ്. അവർ നന്മ കൽപ്പിക്കുന്നവരാണ്. അവർ പരസ്പരം സഹകരിച്ചുകൊണ്ട് സമൂഹത്തിൽ നന്മ സ്ഥാപിക്കേണ്ടവരാണ്, സമൂഹത്തെ തിന്മ ഉച്ചാരണം ചെയ്യേണ്ടവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇവിടെ നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ ഈ സമൂഹത്തിൽ ഇടപെടുമ്പോൾ പാലിക്കേണ്ട ഒരുപാട് മുറകളും വിശുദ്ധ ഖുർആൻ വളരെ വിസ്തരമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കുവാനും അവരുടെ സദാചാരം കാത്തു സൂക്ഷിക്കുവാനും പറയണം എന്ന് പറയുന്ന അതിനെ തുടർന്ന് തന്നെ സത്യവിശ്വാസികളോടും അവരുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കുവാനും അവരുടെ ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുവാനും പറയണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇപ്പൊ ഇവിടെ ഈ ആയത്ത് തന്നെ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, സ്ത്രീയുമായി സമൂഹത്തിൽ ഇടപെടുന്ന ഒരു സ്ത്രീയെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ എല്ലാ രംഗത്തും സ്ത്രീകൾ ഉണ്ടായിരുന്നു. എല്ലാ രംഗത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്ത്രീകൾ ഉണ്ടായിരുന്നു. വിജ്ഞാന സദസ്സുകളിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദർശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. ആദർശത്തിന് വേണ്ടിയുള്ള പലായനങ്ങളിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. പള്ളികളിലും പള്ളിക്കൂടങ്ങളിലും വിജ്ഞാന സദസ്സുകളിലും സ്ത്രീകൾ ധാരാളമായി ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പ്രവാചകൻ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഒരുപാട് പ്രബുദ്ധ പൗരാവകാശങ്ങൾ അവർ അനുഭവിച്ചിരുന്നു. അവരോട് സമ്മതം ചോദിച്ചിട്ടാണ് അന്നൊരു പെൺകുട്ടിയെ അവരുടെ രക്ഷിതാക്കൾ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നത്. അങ്ങനെ എല്ലാ തുറകളിലും അവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അനുഭവിച്ചിരുന്നു എന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ഈ വിശുദ്ധ ഖുർആനെയും ഒക്കെ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരോട് വളരെ സ്നേഹത്തോടു കൂടി, വളരെ സന്തോഷത്തോടും വളരെ സ്നേഹബുദ്ധിയ ഇസ്ലാമിന്റെ പേരിൽ ഉണർത്തുവാനുള്ളത് എന്ന് ഞാൻ പറയുകയാണ്. മതസമുദായത്തിലെ സംഘടനകളോട് ഞങ്ങൾക്ക് 2 വാക്ക് പറയുവാനുണ്ട്. നമ്മുടെ പള്ളികളോടനുബന്ധിച്ച് മഹല്ല് സംവിധാനം ഉണ്ട്. ഈ മഹല്ല് സംവിധാനം നമുക്കറിയാം, പള്ളിക്കാര്യങ്ങളും കുടുംബകാര്യങ്ങളും ചർച്ച ചെയ്യുവാനുള്ളതാണ്. കുടുംബത്തിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ തീർച്ചയായും കുടുംബത്തിലെ അത്താണിയായ, കുടുംബത്തിന്റെ റാണിയായിട്ടുള്ള സ്ത്രീ അവിടെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ വനിതാ പ്രതിനിധികൾ അവിടെ പങ്കെടുക്കുന്നത് എന്തുമാത്രം ഗുണം ചെയ്യുമെന്ന് നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് അധാർമിക പ്രവണതകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ചില്ലറ ഒറ്റയായിട്ടെങ്കിലും മദ്യത്തിന് അടിപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായിട്ടുണ്ട്. അതാ വളരെ അനിഷ്ടമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളെ യഥാർത്ഥ രൂപത്തിൽ സംസ്കരിക്കുന്നതിന്, കുടുംബങ്ങളുടെ ഇസ്ലാമികവൽക്കരണത്തിന് തീർച്ചയായും സ്ത്രീകൾ ഉത്ഭുതരാവേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക്, നമ്മുടെ സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഒരു ഉമ്മയാവേണ്ടത്, ഒരു ഉമ്മ എന്ന നിലക്ക് അവർക്ക് നിർവഹിക്കേണ്ട ദൗത്യം എന്താണ്, അതുപോലെ തന്നെ ഒരു നല്ല കുടുംബിനി എങ്ങനെയാവണം, ഒരു നല്ല ഭാര്യ എങ്ങനെയാവണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഉത്ബുദ്ധമായ ചർച്ചകളുമൊക്കെ അവരെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയാൽ നമ്മുടെ മഹല്ലുകളിൽ നല്ല ഒരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, പലപ്പോഴും വിവാഹമോചനത്തിലേക്ക് എത്തുന്നത് ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങളാണ്. അപ്പൊ അതൊക്കെ തന്നെ ഒരളവോളം പരിഹരിക്കുവാനും നമ്മുടെ ഇത്തരത്തിലുള്ള മഹല്ലുകളുടെ സ്ത്രീ സാന്നിധ്യം ഉപകരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പെണ്ണുങ്ങൾ
പള്ളക്കാരും മാത്രം നോക്കിക്കോട്ടെ, പള്ളിക്കാരൊക്കെ ഞങ്ങൾ നോക്കിക്കോടാം എന്നുള്ള കാഴ്ചപ്പാടൊക്കെ ഇനി നമ്മളൊന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ സ്ത്രീകൾക്ക് കൂടി ഇത്തരത്തിലുള്ള വേദികളിലൊക്കെ അവസരം നൽകിക്കൊണ്ട് നമ്മൾ അവരുടെ ഉത്ഭുതതയും അവരുടെ ആ നല്ല കാഴ്ചപ്പാടുകളും അവരുടെ പുരോഗതിയും അവരുടെ ആ വിചാരപരമായിട്ടുള്ള ആ വിപ്ലവമൊക്കെ ഉൾക്കൊള്ളുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ മഹല്ലുകളിൽ നമ്മുടെ സ്ത്രീ പ്രതിനിധികൾക്ക് കൂടി അവസരം നൽകണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സമുദായ സംഘടനകളുടെ നിലപാട് തീർച്ചയായും വ്യക്തമാക്കേണ്ടതുണ്ട്. ഇന്നലെ മാതൃഭൂമി പത്രത്തിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വായിക്കുവാനിടയായി. അതിൽ ഇസ്ലാം സ്ത്രീധനത്തെ അനുവദിക്കുന്നു എന്ന മട്ടിലൊക്കെയാണ് എഴുതി കണ്ടത്. തീർച്ചയായും ഇസ്ലാം ഒരിക്കലും സ്ത്രീധനത്തെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്തൊന്നും നമുക്ക് പറയുക സാധ്യമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായും അത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അതില് ഒരാൾ പറഞ്ഞിരിക്കുന്നത്, ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നത്, അത് ഗുണമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം, ദോഷമാണെങ്കിൽ അത് നമുക്ക് തള്ളിക്കളയാമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് ഈ സ്ത്രീധനം ഗുണം ചെയ്യുന്നത്? ആർക്കാണ് ഈ സ്ത്രീധനം ദോഷം ചെയ്യുന്നത്? തീർച്ചയായും നമുക്കറിയാം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് നല്ല ഗുണമുള്ള ഒരു കാര്യം തന്നെയാണ്. പൈസ കീശയിലേക്ക് ഇങ്ങനെ വരിക, സ്വത്തുക്കളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല സുഖമുള്ള കാര്യമാണ്. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈ സ്ത്രീധനം വലിയ ആപൽക്കരമാണ്, ശാപമാണ്, നാശമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും ഈ രംഗത്ത് ഒരു വിപ്ലവകരമായ മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. നമ്മുടെ സമുദായ സംഘടനകൾ ഈ രംഗത്ത് കാര്യമായ കാൽവെപ്പുകൾ നടത്തിക്കൊണ്ട്, കാര്യക്ഷമമായ കാൽവെപ്പുകൾ നടത്തിക്കൊണ്ട് ഇതിനെ നമ്മുടെ മഹല്ലുകളിൽ നിരോധിക്കുവാനും വിലക്കേർപ്പെടുത്തുവാനും എന്നുള്ള ശ്രമങ്ങൾ നടത്തണം. അങ്ങനെ നമ്മുടെ സ്ത്രീ സമൂഹത്തെ രക്ഷിക്കണം, നമ്മുടെ സമുദായത്തെ രക്ഷിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. തീർച്ചയായും നമുക്ക് നമ്മുടെ സമുദായത്തിനകത്തും നമ്മുടെ സമൂഹത്തിനകത്തും ഒരുപാട് ബോധവൽക്കരണങ്ങൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ സമുദായത്തിൽ ഒരുപാട് ജീർണതകളുണ്ട്. സമുദായത്തിനകത്തും അതുപോലെ തന്നെ ജീർണതകളുടെ അംശങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ സമുദായത്തെ സംസ്കരിക്കുവാൻ തീർച്ചയായും ഞാനും നിങ്ങളും മുന്നോട്ട് വരേണ്ടത്, സമുദായ നേതൃത്വം മുന്നോട്ട് വരേണ്ടതുണ്ട്. മുസ്ലിം സമുദായത്തെ ഖൈറു ഉമ്മ, ഉത്തമ സമുദായം എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖൈറു ഉമ്മത്താക്കി മാറ്റുവാൻ, ആ അർത്ഥത്തിലുള്ള ഒരു സംസ്കരണം നടത്തുവാൻ നമ്മൾ തീർച്ചയായും അങ്ങനെ അവരെ സംസ്കരിച്ചുകൊണ്ട് നല്ല മുസ്ലിം സമുദായത്തിന് അതിന്റെ നഷ്ടപ്പെട്ട ഇസ്സത്ത് വീണ്ടെടുക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന്, സമുദായ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. അതിന് എല്ലാവിധ ഒത്താശകളും അതിനുള്ള എല്ലാവിധ സഹകരണങ്ങളും ഉറപ്പു നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ നബി വഅലൈഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.